നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത SIT SP ശ്രീധരനാണ് എൻ വാസുവിന്റെ മൊഴിയെടുത്തത്. മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിന്റെ PA സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് വാസുവിനെ SIT ചോദ്യം ചെയ്തിരിക്കുന്നത്. SITയുടെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ആസൂത്രണത്തിൽ ഉൾപ്പെടെ പ്രധാന പങ്ക് വഹിച്ചുവെന്നും കൂടുതൽ ഉന്നതരെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ ഈ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം അപഹരിച്ച 2 കേസുകളിലും പ്രതിയാണ് അടൂർ സ്വദേശിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ. 2 കേസുകളിലും സുധീഷിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുമായി സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണം എന്ന അറിവ് ഉണ്ടായിട്ടും ചെമ്പ് എന്ന വ്യാജരേഖയുണ്ടാക്കാൻ കൂട്ടുനിന്നു. സ്വർണ്ണപ്പാളികൾ അഴിക്കുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലും ഇല്ലായിരുന്നു. സുപ്രധാന ചുമതലയിലായിരുന്ന സുധീഷ് കുമാർ ബോധപൂർവം ഈ വീഴ്ചകൾ വരുത്തിയത് തട്ടിപ്പിന് വേണ്ടിയാണെന്നാണ് SIT പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിന്റെ PA ആയും സുധീഷ് ജോലി നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബുവും തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലാണ്. മുരാരി ബാബു അടുത്ത ദിവസം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യഹർജി നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനിലേക്ക് തിരിയുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിലേക്കാണ് അന്വേഷണം എത്തുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ മുൻകൈയെടുത്തതിന് എൻ വാസുവിനെതിരെ അന്നത്തെ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ റിമാൻഡിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ T സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് തുടരന്വേഷണം മുന്നോട്ടു പോകുന്നത്. ദേവസ്വം ബോർഡിലെ പഴയ CPMകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇത്. ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതു പ്രകാരം പ്രവർത്തിച്ചുവെന്നാണ് സുധീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. താൻ മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നുവെന്നും മേൽനോട്ടത്തിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്നും സുധീഷ് കുമാറിന്റെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കിയതും മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി. എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ല എന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചത് എന്നുമാണ് സുധീഷ് കുമാറിന്റെ മറുപടിയെന്ന് അറിയുന്നു. സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു. അവരാരും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്തിയിരുന്നില്ല, എതിർത്തതുമില്ല. നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നു. സ്വർണം പൂശിയ പാളികൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും വിശദാംശങ്ങളും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചു. അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഇതുപ്രകാരം അന്വേഷണം നീളും. സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കുവാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മൊഴി ശരിവെക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇവരും പ്രതിയാകാനും അറസ്റ്റ് സാധ്യതയുണ്ട്. സുധീഷ് കുമാർ അന്നത്തെ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായ എൻ വാസവന്റെ വിശ്വസ്തൻ എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിലാണ്. തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി. പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാകില്ല. വെറും ചെമ്പുപാളികൾ എന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാം എന്ന ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തുവെന്നാണ് സുധീഷ് കുമാർ എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് തന്റെ തീരുമാനമായിരുന്നില്ല എന്നാണ് സുധീഷ് കുമാർ പറയുന്നത്.
മഹസൂറുകളിലും വെറും ചെമ്പ് തകിടുകൾ എന്നാണ് സുധേഷ് കുമാർ രേഖപ്പെടുത്തിയത്. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്ത് ഇല്ലാതിരുന്നവരുടെ രേഖകൾ കൂടി പരിശോധിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരം ഒരുക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞത് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറുമായി തെറ്റിയാണ്. യുവതീ പ്രവേശനം കാലത്താണ് വാസു കമ്മീഷണറായത്. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി തുടരാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നാണ് എൻ വാസു അന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറുമായി കൊമ്പുകോർത്ത എൻ വാസു സ്ഥാനമൊഴിഞ്ഞത്. നിയമന കാലാവധി അവസാനിച്ചിരിക്കെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി എൻ വാസുവിനെ തുടർന്ന് അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. കമ്മീഷണറുടെ ചുമതല ഒഴിഞ്ഞ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചതിനാൽ തുടരാൻ ആഗ്രഹമില്ല. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചത് വലിയ കാര്യമായി താൻ കാണുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. നിയമന കാലാവധി അവസാനിച്ചിരിക്കെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി എൻ വാസുവിന് തുടരാൻ അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി ഈ ആവശ്യം തള്ളി. പദവിയിൽ തുടരാൻ തനിക്ക് താൽപര്യമില്ലെന്നും വാസു വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് എൻ വാസുവിനെ നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. നിലവിലെ ചുമതല നിറവേറ്റുന്നതിനായി ദേവസ്വം അഡീഷണൽ സെക്രട്ടറി എം ഹർഷൻ ഹൈക്കോടതി താൽക്കാലിക ചുമതല നൽകി. എൻ വാസുവിന്റെ കാലാവധി 2018 ജനുവരിയിൽ അവസാനിച്ചെങ്കിലും സർക്കാർ ആവശ്യമനുസരിച്ച് 6 ആഴ്ച കൂടി നീട്ടി നൽകി. ഈ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം. പുതിയ നിയമനം നടത്തുന്നതുവരെ വാസുവിനെ തുടരാൻ അനുവദിക്കണമെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വാസുവിനെ ഇനി കമ്മീഷണർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് PR രാമചന്ദ്രൻ മേനോൻ, ജസ്റ്റിസ് N അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ശബരിമല യുവതീ പ്രവേശന വിധിയുടെ പുനർപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിച്ചപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിനെ ചൊല്ലി ബോർഡിൽ തർക്കം രൂക്ഷമായിരുന്നു. ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും എൻ വാസുവുമായുള്ള തർക്കങ്ങൾ പരസ്യമാവുകയും ഇരുവരും പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരുന്നത് വരെ എത്തി സാഹചര്യങ്ങൾ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധിയെ അനുകൂലിക്കുന്ന നിലപാടാണ് പുനർപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ ബോർഡ് സ്വീകരിച്ചത്. എന്നാൽ മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞ് താൻ അറിയാതെയാണ് എന്ന് പത്മകുമാർ പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ കമ്മീഷണറോട് പ്രസിഡന്റ് വിശദീകരണം ചോദിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇരുവരും അത് നിഷേധിച്ചു. അതേസമയം ശബരിമല വിഷയത്തിൽ ബോർഡ് പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവനകളോട് അതൃപ്തിയുണ്ടെന്ന് എൻ വാസു വ്യക്തമാക്കിയിരുന്നു. തനിക്കുള്ള അതൃപ്തി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായും വാസു പറഞ്ഞിരുന്നു. എന്നാൽ തുടർന്ന് ദേവസ്വം ബോർഡിൽ ഇത് സംബന്ധിച്ച സ്വരച്ചേർച്ചകൾ നിലനിൽക്കുകയും ചെയ്തു. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാറിനായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ 2 ഉദ്യോഗസ്ഥരും താൽപര്യമെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത മോഷ്ടിച്ച കേസിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ണടി ദേശക്കല്ലുമൂടിലാണ് സുധീഷ് കുമാറിന്റെ വീട്. വിരമിച്ച ശേഷം CPM പ്രവർത്തകരിൽ സജീവമാണ്. സുധീഷിനെ കുറിച്ച് നാട്ടിൽ ആർക്കും മോശം അഭിപ്രായമില്ല. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ്. സാധാരണ രീതിയിൽ പണി കഴിപ്പിച്ച 2 നില വീടുകളാണ് ഉള്ളത്. മകൻ സ്കൂളിൽ പിയൂണായി ജോലി ചെയ്യുന്നു. മകളുടെ വിവാഹവും കഴിഞ്ഞു.